ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ്. മുട്ട കൊണ്ടിട്ട് മയണൈസ് ഉണ്ടാക്കിയിട്ട് മുട്ട കൊണ്ടിട്ട് തന്നെ ഒരു സാൻഡ്വിച്ചും. മുട്ട എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 5-6 കുഞ്ഞു സവാള ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, 3 തക്കാളിപ്പഴം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അളവിലൊന്നും എടുക്കണ്ട. ഞാനൊരു അലങ്കാരത്തിന് വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇത്രയൊക്കെ അങ്ങ് എടുത്താൽ, നിങ്ങൾ ഇത്രയൊന്നും എടുക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത്രയും അളവിലൊന്നും എടുക്കരുത്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 പുഴുങ്ങിയ മുട്ടയും, ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയും, 2 വലിയ സ്പൂണ് വിനാഗിരിയും, 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ ഇച്ചിരി വെള്ളം, അതായത് നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇച്ചിരി ചേർത്തിട്ടാണ് നമ്മുടെ ഈ മിക്സിയിലൊക്കെ അങ്ങാലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. നല്ല ജ്യൂസർ പോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരഞ്ഞ് കിട്ടുമായിരിക്കും, പക്ഷേ ഇതിലങ്ങനെ പറ്റുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസാധ്യ ടേസ്റ്റായിരുന്നു. കറക്റ്റ് മയണൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി കുരുമുളക് കൂടിപ്പോയി. നിങ്ങളത് ഇടുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ വേറൊന്നുമില്ല, ഈ പച്ചക്കറികളെല്ലാം കൂടെ, ഈ മുട്ട ഗ്രേറ്റ് ചെയ്തതും ഈ സവാളയും ക്യാരറ്റും തക്കാളിപ്പഴവും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് എൻ്റെ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കൈ കൊണ്ടൊക്കെ എടുക്കുന്നത്. എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമാകത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അത് മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി മാത്രമേ എല്ലാ സാധനവും എടുക്കാവൂ. കാരണം എല്ലാവരും കഴിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ കോലം കണ്ടിട്ടൊന്നും തോന്നണ്ട, ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് ക്യാമറയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും അത്രയും ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി വേറൊന്നുമില്ല, 4 ബ്രെഡ് എടുക്കുക, അതങ്ങോട്ടൊന്ന് പൊരിക്കുക. ഇതിപ്പം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം 2 വശം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഈ കൂട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്ത് അങ്ങോട്ട് അടയ്ക്കുക, കഴിക്കാൻ കൊടുക്കുക. എനിക്കിത് ഇഷ്ടമായി കേട്ടോ. പക്ഷേ വീട്ടിൽ എല്ലാവർക്കും ഇതങ്ങോട്ട് ഇഷ്ടമായില്ല. കുഞ്ഞിനും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. വീട്ടിലെല്ലാവർക്കും ഇതങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂട്യൂബിലൊരു വീഡിയോ കണ്ട് നമ്മളിതൊക്കെ ചെയ്ത് നോക്കുമ്പോഴും അതിൽ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. ഈ മയണൈസ് ഉണ്ടാക്കാൻ 2 മുട്ട മതി. പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ പുഴുങ്ങിയ മുട്ട എടുത്താൽ മതി. ബാക്കിയുള്ള പച്ചക്കറികളും അതേ കുറഞ്ഞ അളവിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്